ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു റീലൊക്കേഷൻ സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് യാത്രകളിലാണ്. അപ്പോൾ നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്ന പോലുള്ളൊരു വീഡിയോ ഇന്ന് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു ക്വാളിറ്റി ഡ്രോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ പ്ലാനിലുണ്ട്. അതൊക്കെ വഴിയെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു മത്സരത്തിലേക്ക് തിരികെ വരാം. ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട്. നമ്മൾ ഇന്നലത്തെ ദിവസത്തെ കളിക്ക് ശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ആദ്യത്തെ ദിവസത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഓൾമോസ്റ്റ് ന്യൂട്രലൈസ് ആയി. അതായത് ഗെയിം വീണ്ടും ഒരു പോയിസിലെത്തി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഇന്നത്തെ ദിവസം, അതായത് മൂന്നാം ദിവസത്തിന് ശേഷം നമ്മൾ ആ ഒരു സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമും ഏകദേശം ഈക്വൽ ആണ്. ഇപ്പോൾ ആദ്യത്തെ ഇന്നിങ്സിൽ വെറും 6 റൺസിൻ്റെ വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ ഈ മത്സരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഏത് ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ ആ ഒരു ടീമായിരിക്കും വിജയിക്കുക. കാരണം ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രലൈസ് ചെയ്ത് പോയി. കാരണം ആ ഒരു 471 465 എന്ന സ്കോറുകൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബാറ്റിംഗ് ട്രാക്കിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും നാലാം ദിവസം. ഇനി ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നലെ 209-ന് 3 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട് മത്സരം അവസാനിപ്പിച്ചത്. ഇന്നത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒലി പോപ്പിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 106 റൺസ് എടുത്ത് ഒലി പോപ്പ് പുറത്തായി. അത് കഴിഞ്ഞ് ഹാരി ബ്രൂക്കും സ്റ്റോക്സും, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവസാന ഓവറിൽ ബുംറ ആ ഒരു ഓവർ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഹാരി ബ്രൂക്ക് അവിടെ രക്ഷപ്പെട്ടത്. ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ ഹാരി ബ്രൂക്ക് 99 റൺസാണ് എടുത്തത്. ഒരു ഹാർഡ് ബ്രേക്ക് ആയിരുന്നു. അതായത് സെഞ്ചുറിക്ക് 1 റൺസ് അകലെ ഹാരി ബ്രൂക്ക് പുറത്തായി. പക്ഷേ ഈ ഒരു ഇന്നിങ്സിലുടനീളം ഹാരി ബ്രൂക്കിന് ലക്ക് ഉണ്ടായിരുന്നു. അതായത് ബ്രൂക്കിന്റെ 2 ക്യാച്ചുകളാണ് ഇന്ത്യ വിട്ടുകളഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ബ്രൂക്ക് തൻ്റെതായ ശൈലിയിൽ തന്നെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു ഇംഗ്ലണ്ട് ടീമിനെ ആ ഒരു ഇന്ത്യയുടെ സ്കോറിലോട്ട് അടുപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഈ ബെൻ സ്റ്റോക്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 20 റൺസ് മാത്രമാണ് എടുത്തത്. പിന്നീട് ജെയ്മി സ്മിത്ത് ആയാലും ക്രിസ് വോക്സ് ആയാലും ബ്രൈഡൻ ഗാർഡ്സ് ആയാലും എല്ലാം അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഗെയിമിൽ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു വ്യത്യാസം, ഈ രണ്ട് ടീമുകളും ഇന്ത്യക്ക് കിട്ടിയ ഒരു ഡോമിനൻസ് പോയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ അവസാനം 7 വിക്കറ്റുകൾ വീണത് വെറും 41 റൺസിനാണ്. എന്നാൽ നമ്മൾ ഇംഗ്ലണ്ട് ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 8ാമത്തെ വിക്കറ്റ് പാർട്ണർഷിപ്പ് മാത്രം 55 റൺസ് ഉണ്ട്. അതായത് ഇന്ത്യ അവസാനം 7 വിക്കറ്റുകൾ കൊണ്ട് എടുത്തതിനേക്കാൾ 14 റൺസ് കൂടുതൽ അവർ 8ാം വിക്കറ്റിൽ മാത്രം കൂടിച്ചേർത്തു. അപ്പോൾ ഇന്ത്യൻ ഫീൽഡേഴ്സിൻ്റെ സഹായം അവിടെയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരു ലോങ് ടെയിൽ, അവസാനം ഒരു ടെയിൽ എൻഡിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഇന്ത്യക്ക് വന്നില്ല. എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ വന്നത് ആ ഒരു മത്സരത്തിൽ ഇന്ത്യയോടൊപ്പം എത്താൻ അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട് മാറി. പിന്നീട് നമ്മൾ പിന്നെ ഇപ്പം ആ ഒരു 10ാമത് ഇറങ്ങിയ ടങ്ക് പോലും ഒരു 2 അക്കം കടന്നു, 11 റൺസ് എടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അവർ 465 റൺസാണ് എടുത്തത്. ഇനി ഇന്ത്യയുടെ പിക്ക് ഓഫ് ദ ബോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ. ഇപ്പോൾ ബുംറയുടെ ഓവറിൽ 4 ക്യാച്ചുകൾ ബുംറ ഈ ഒരു ഇന്നിങ്സിലാകെ വിട്ട് കളഞ്ഞത്. എന്നിട്ടും ബുംറ 5 വിക്കറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് ബുംറയുടെ ആ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഇത് ബുംറയുടെ എവേ ടെസ്റ്റിലെ 12ാമത്തെ 5 വിക്കറ്റ് നേട്ടമാണ്. ഇതോടെ കപിൽ ദേവിന്റെ ആ റെക്കോർഡിനോടൊപ്പം എത്താനും നമ്മുടെ ബുംറയ്ക്കായി. വെറും 34 ടെസ്റ്റുകളിൽ നിന്നാണ് ബുംറ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നീട് ഇന്നത്തെ മത്സരത്തിൽ ഇന്നലെ നന്നായിട്ട് അടികൊണ്ട പ്രസിദ്ധ് കൃഷ്ണ ഈ 3 വിക്കറ്റ് കിട്ടി. റൺസ് നോക്കിയാൽ എക്സ്പെൻസീവ് ആയിരുന്നു. അതായത് ഒരു ഏകദിന മത്സരത്തിൽ കൊടുക്കുന്ന പോലെ തന്നെ റൺസ് പ്രസിദ്ധ് വാരിക്കോരി കൊടുത്തു. 3 വിക്കറ്റുകൾ കിട്ടി. പിന്നീട് 2 വിക്കറ്റുകൾ സിറാജിനാണ്. സിറാജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ആദ്യ സ്പെല്ല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. പക്ഷേ വിക്കറ്റൊന്നും കിട്ടിയില്ല. ഇന്ന് 2 വിക്കറ്റുകൾ സിറാജിന് കിട്ടി. ഇനി ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ ഫീൽഡ് പ്ലേസ്മെൻറ്റിലായാലും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലായാലും ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഫീൽഡിങ് കാരണമാണ് ഈ ഒരു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്കോറിനോട് അത്രയും അടുത്തെത്തിയത്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇന്നലെയും ക്യാച്ചിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡക്കറിൻ്റെ ക്യാച്ച്, ജഡേജ ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞ കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഡക്കറിൻ്റെ ക്യാച്ച് പോയി, അതുപോലെ തന്നെ ഒലി പോപ്പിൻ്റെ ക്യാച്ച് പോയി, അതുപോലെ തന്നെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാരി ബ്രൂക്കിൻ്റെ ക്യാച്ച് പോയി. ഇപ്പോൾ ഡക്കറ്റ് 50 അടിച്ചു, ഒലി പോപ്പ് സെഞ്ചുറി അടിച്ചു, ഹാരി ബ്രൂക്ക് 99 റൺസ് എടുത്തു. അപ്പം ഈ വിട്ടുകളഞ്ഞ ക്യാച്ചുകൾക്കെല്ലാം ഇന്ത്യ കനത്ത വില നൽകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടെസ്റ്റിൽ നല്ലൊരു ഡോമിനൻസ് കിട്ടേണ്ട പൊസിഷനിൽ നിന്നും ഇപ്പോൾ ഒരു ഈക്വൽ ലെവലിലേക്ക് ഇന്ത്യക്ക് താഴേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ജയ്സ്വാളിനെ നഷ്ടമായി. ഇപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിൽ സെഞ്ചുറി അടിച്ച പ്ലെയറാണ് ജയ്സ്വാൾ. ബ്രൈഡൻ ഗാർഡ്സിൻ്റെ ഒരു മികച്ച പന്തിൽ തന്നെ ജയ്സ്വാൾ പുറത്തായി. അതിനുശേഷം വന്ന സായ് സുദർശൻ കുറച്ച് പ്ലേസ് ആൻഡ് മിസ്സസ് ഒക്കെ ഉണ്ടെങ്കിലും ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത്. എങ്കിലും അവസാനം സ്റ്റോക്സ്, നമുക്കറിയാലോ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് ബോളർ ബെൻ സ്റ്റോക്സ് ആയിരുന്നു. ഈ ഒരു ഇന്നിങ്സിലും ബെൻ സ്റ്റോക്സ് ആ ഒരു വിക്കറ്റ് നേട്ടം ആവർത്തിച്ചു. സായ് സുദർശൻ 30 റൺസാണ് എടുത്തത്. ഇവിടെ എടുത്തു പറയേണ്ടത് KL രാഹുലിൻ്റെ ഇന്നിങ്സ് ആണ്. ഇപ്പോൾ ആദ്യത്തെ ഇന്നിങ്സിലും വളരെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണ് KL രാഹുൽ കാഴ്ചവെച്ചത്. പക്ഷേ ആ ഒരു ലഞ്ചിനടുത്തെത്തിയ സമയത്ത്
വെറുതെ ഒരു പന്ത് ചേസ് ചെയ്തിട്ട് വിക്കറ്റ് നൽകി മടങ്ങുകയാണ് ചെയ്തത്. അതേവരെ ഒരു മോശം ഷോട്ട് പോലും അങ്ങനെ കെ എൽ രാഹുലിൻ്റെ ബാറ്റിൽ നിന്ന് വന്നില്ല. ഇനി ഈ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് നോക്കിയാലും ഒരു ഫ്ലോലെസ് ഇന്നിങ്സ് ആണ് കളിച്ചത്. അതായത് ഇപ്പോൾ കളി നിർത്തുമ്പോൾ 75 പന്തിൽ 47 റൺസാണ് രാഹുൽ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബാക്കി ഇപ്പം സായി സുരേഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്ലേസ് ആൻഡ് മിസ്സസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആദ്യത്തെ ഇന്നിങ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചെങ്കിലും ഇന്നിങ്സിൽ കുറച്ച് പ്ലേസ് ആൻഡ് മിസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കെ എൽ രാഹുലിൻ്റെ ഇന്നിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഫ്ലോയിൽ ആ ഒരു പ്രിസ്റ്റീൻ ടച്ചിലാണ് രാഹുൽ. ഇപ്പോൾ ആദ്യത്തെ ഇന്നിങ്സിൽ ഒരേ ഒരു പിഴവ് മാത്രമാണ് വരുത്തിയത്, അതിന് വില കൊടുക്കേണ്ടി വന്നു. ഇനി സെക്കൻഡ് ഇന്നിങ്സ് അതുപോലൊരു പിഴവ് വരുത്താതിരിക്കട്ടെ, കാരണം അത്രയും ടച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മത്സരം ഞാൻ ഫുള്ള് കണ്ടതിൽ ഏറ്റവും മേജർ ടച്ചിൽ കളിക്കുന്ന പ്ലെയർ കെ എൽ രാഹുൽ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ശുഭ്മാൻ ഗിൽ രാഹുലിനോടൊപ്പം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിലെ പ്രകടനം ഗില്ലിന് വീണ്ടും തുടരാനാവട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇന്ത്യക്ക് ഈ ഒരു മത്സരത്തിൽ ചാൻസ്. അതായത് ഇനി 2 ദിവസം മാത്രമാണ് മത്സരമുള്ളത്. ഇപ്പോൾ മത്സരം ഏത് രീതിയിലോട്ട് വേണമെങ്കിലും തിരിയാം. അതായത് നാളെ ഇന്ത്യ പെട്ടെന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ജയിക്കാം. ഇനി നാളെ പെട്ടെന്ന് ഒരു നല്ലൊരു റാപ്പിഡ് പേസിൽ ഒരു 300+ ടാർഗറ്റ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാം. ഇനി പിച്ച് ഒരു തരത്തിലും ബോളിങ്ങിനെ സ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഡ്രോയ്ക്ക് പോകാനുള്ള സാധ്യത, അതായത് 3-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 3 റിസൾട്ട്സും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞത് ഈ മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് ഒരു മൂവിങ് ഡേ, ഒരു റിസൾട്ട് എന്താണെന്ന് ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദിവസം എന്ന് പറയുന്നത് 4ാമത്തെ ദിവസമായിരിക്കും. അതായത് നാളത്തെ മത്സരമായിരിക്കും. അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. ഇപ്പോൾ ആ ഒരു തലമുറ മാറ്റം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണെങ്കിലും ഫീൽഡിങ്ങിൽ പിഴവ് വരുത്തുന്നതിന് അതൊന്നും ഒരു ന്യായമല്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു പുതിയ ബാറ്റർ ഒരു പൊസിഷനിലേക്ക് വന്നു, ഒരു പുതിയ നമ്പർ 3 വന്നു, അല്ലെങ്കിൽ പുതിയ നമ്പർ 4 വന്നു. ഇപ്പം വേറൊരു പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷനോട് അഡ്ജസ്റ്റ് ആവാനായിട്ട് സമയമെടുക്കും. എന്നാൽ ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. ഫീൽഡിങ്ങിൽ പിഴവ് വരുത്തുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ സംഭവിച്ചുകൂടാത്ത പിഴവുകളാണ്. പ്രത്യേകിച്ച് ഹെഡിങ്ങിൽ അത്യാവശ്യം ബാറ്റിങ്ങിനെ നന്നായിട്ട് പിന്തുണയ്ക്കുന്ന പിച്ച്. ഇപ്പോൾ ഒരു ഓവർ ഹെഡ് കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് അവിടെ ബോളേഴ്സിനൊരു ആനുകൂല്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുതലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ജയത്തോടെ തന്നെ തുടങ്ങേണ്ടിയിരുന്നൊരു മത്സരമാണിത്. ഇനിയിപ്പോൾ ഇത് ഡ്രോ ആയാൽ പോലും ഇന്ത്യയുടെ ഫീൽഡിങ്ങിനെ പഴിക്കുക മാത്രമേ വഴിയുള്ളൂ. കാരണം ബാറ്റേഴ്സ് അവരുടെ ജോലി ചെയ്തു. അവസാനം ഒരു കൂട്ടത്തകർച്ച ഉണ്ടായെങ്കിൽ പോലും 471 എന്ന് പറയുന്നത് നല്ലൊരു സ്കോർ തന്നെയായിരുന്നു. അപ്പോൾ ബുംറ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ബുംറയുടെ 4 ഓവറിൽ 4 ക്യാച്ചുകളാണ് വിട്ട് കളഞ്ഞത്. അതുപോലെ തന്നെ ബുംറ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ മറ്റൊരു ബോളർ ഇല്ല എന്നുള്ളതൊരു ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റ് എടുത്തു, സിറാജ് 2 വിക്കറ്റ് എടുത്തെങ്കിലും ഒരു സൈഡിൽ നിന്ന് ബുംറ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രഷർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ബോളർമാരില്ല. ഇപ്പോൾ ഞാൻ ഉറ്റുനോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുംറ ഈ ഒരു സീരീസിൽ 5-ൽ 3 മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ. ബാക്കി 2 മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഗതി എന്താവും എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് തന്നെ പറയാം. കാരണം ബുംറ ഈ ഒരു അറ്റാക്കിൽ ഇല്ലെങ്കിൽ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 70-80% എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. കാരണം ബുംറയെ പോലൊരു പ്ലെയറിനെ നമുക്ക് ഒരു കാരണവശാലും റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റൊരു പ്ലെയറിനെ കിട്ടില്ല. എങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും എഫക്റ്റീവ്നെസ്സിൽ ബാക്കിയുള്ള ബോളേഴ്സ് ഒത്തുപിടിച്ചാൽ മാത്രമേ ബുംറയുടെ ഒരു ആബ്സെൻസിനെ കവർ ചെയ്യാൻ ഒരു പകുതി വരെയെങ്കിലും ഒരു 60% കവർ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ബുംറ ഉണ്ടായിട്ട് ഇങ്ങനെയാണെങ്കിൽ ബുംറ ഇല്ലാത്ത 2 മത്സരങ്ങളിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും ആ ഒരു മത്സരത്തെ സമീപിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും അതൊക്കെ ഇനിയും വരും മത്സരങ്ങളിലേ ഉള്ളൂ. ഇനി 4ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മത്സരത്തിലെ മൂവിങ് ഡേ ആണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യ പെട്ടെന്നൊരു 300 റൺസൊക്കെ എടുത്തിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി ശ്രമിക്കുമോ? നമുക്കറിയാം ബെൻ സ്റ്റോക്സും ബ്രണ്ടൻ മെക്കലും ഒക്കെ ആ ഒരു ഇതിലുള്ള ഇംഗ്ലണ്ട് ടീം എന്തായാലും ഡ്രോയ്ക്ക് വേണ്ടി ശ്രമിക്കില്ല. ഈ ഒരു 350 ടാർഗറ്റ് വന്നാലും അവർ ഒറ്റ ദിവസം കൊണ്ട് അത് അടിച്ചെടുക്കാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിലൊരു റിസ്ക്കും ഉണ്ട്. ഇപ്പം ബാക്കിയുള്ള ടീമുകളിലെ പോലെ ആ ഒരു 350 എടുത്തിട്ട് അവസാനം ഒരു 80 ഓവർ കൊടുക്കാം, അവരെ എന്നിട്ട് വീഴ്ത്താം എന്നൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ ആ ഒരു അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് മാത്രമേ കളിക്കുകയുള്ളൂ. ഇനി എത്ര കുറച്ച് ഓവറുകളിലായാലും അവർ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാൻ ബാക്കിയുള്ള ടീമുകളോടുള്ള മത്സരങ്ങളെ അപേക്ഷിച്ച് ഒരു റിസൾട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും 4ാമത്തെ ദിവസം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ മത്സരം തീർന്നതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഇൻഡെപ്ത് റിവ്യൂവിലേക്ക് പോകാം. ഇന്നത്തെ ദിവസത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.